നമ്മളുടെ എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണ കീടനാശിനി ഉണ്ടായാൽ അത് നമ്മൾക്കെല്ലാം ദോഷമാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല. എന്തൊരു സാധനത്തിൽ എനിക്കെന്തറിയാം, ഇപ്പം നമ്മുടെ കേരള കാർഷിക സർവകലാശാല കുറെ കാലമായി വർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ഡോക്ടർ ബെറിൻ പത്രോസിനെ പോലെ ഗിഫ്റ്റഡായ എത്രയോ അധ്യാപകരൊക്കെ ഈ സർവകലാശാലയിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു കൃഷിയുടെ മഹാത്മ്യം പ്രചരിപ്പിക്കാൻ കാര്യമായിട്ട് കഴിയുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മള് കാർഷിക സർവകലാശാലയില് ഇപ്പോ കഴിഞ്ഞ നമ്മുടെ പിള്ളേരെ കൃഷി പഠിപ്പിക്കണം. കൃഷി പഠിപ്പിക്കലാണല്ലോ കാർഷിക സർവകലാശാല പ്രധാന ദൗത്യം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. നമുക്ക് എല്ലാ ജില്ലയിലും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളും എല്ലാ ജില്ലയിലും കാർഷിക സർവകലാശാലയുടെ കേന്ദ്രങ്ങളും ഉണ്ട്. കേരളത്തില് നെൽകൃഷിയില് ചെയ്യുന്ന 99% നെൽവിത്തും കാർഷിക സർവകലാശാലയുടെ, അതിൽ 80% ഉമ എന്ന് പറയുന്ന കാർഷിക സർവകലാശാലയുടെ വിത്ത. ഹൈബ്രിഡ് ഇനങ്ങളില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ കൊല്ലം പുറത്തിറക്കിയ പാവലിലെ പ്രജനി പ്രഗതി, ഇത് രണ്ടും ഹൈബ്രിഡ് പാവൽ ഇനങ്ങളാണ്. KRH1 റിച്ച് ഗോഡിലെ ഹൈബ്രിഡ്, വഴുതനയിലെ നീലിമ, ഹൈബ്രിഡ് ഇനങ്ങൾ കാർഷിക സർവകലാശാല പുറത്തിറക്കുന്നില്ല എന്ന് അല്ല വിപണിയിൽ. ഇതില് ഞാൻ ഒരൊറ്റ നമ്പർ തരാം. രഞ്ജിത്ത് എന്ന് പറയുന്ന വിത്തനശ്ശേരിയില് ഒരൊറ്റ ആളുടെ അല്ല ഞാൻ ഈ പറഞ്ഞത്. നെൽവിത്തിന്റെ കാര്യം പറഞ്ഞത് കേരളത്തിലെ 98% നെൽകർഷകരും ചെയ്യുന്ന കാർഷിക സർവകലാശാലയുടെ 1% അല്ല പറഞ്ഞത്. 98% ചെയ്യുന്നത് കാർഷിക സർവകലാശാല. അപ്പൊ എങ്ങനെയാണ് കാർഷിക സർവകലാശാലയുടെ വിത്ത് ജനങ്ങളിലേക്ക് എത്താൻ? ഈ പ്രഗതി എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ വിത്ത് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന കർഷകൻ കഴിഞ്ഞ സീസണിൽ ചെയ്തിട്ട് 2.5 കിലോ വിത്ത് മേടിച്ചുകൊണ്ട് ഇപ്പൊ ഈ സീസണിൽ ചെയ്യാൻ വീണ്ടും 2 കിലോ കാർഷിക സർവകലാശാല എന്ന്. രഞ്ജിത്തിന്റെ നമ്പർ തരാം. ഈ ഹൈബ്രിഡ് ഇവിടെ ചെയ്യുന്നില്ല എന്ന് പറയുന്ന കർഷകർക്ക് ആവശ്യമുണ്ട് എങ്കിൽ കർഷകർക്ക് ആവശ്യമുള്ള വിത്ത് കൊടുക്കാനുള്ള പുതിയ തരം വിത്തുകൾ എല്ലാ കൊല്ലവും കാർഷിക സർവകലാശാല പുറത്തിറക്കുന്നുണ്ട്. ഓരോ പുതിയ നെൽകൃഷി തന്നെ കഴിഞ്ഞ വർഷം പുതിയത് ഇറക്കിയതാണ് ആദ്യയും പുണ്യയും. അല്ല ഇവര്, ഞാൻ ഒരൊറ്റ സംഭവം ചോദിക്കട്ടെ, എത്ര പേർക്ക് ഇതിൽ നെൽകൃഷി ഉണ്ട്? എന്നിട്ടൊന്ന് കൈവൊക്കെ പറയും. അവരെ ഉമ എന്ന് പറഞ്ഞ നെൽവിത്ത് കേട്ടിട്ടുള്ളവരൊന്ന് കൈവക്കാവോ? ഉണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതെന്തേ കാർഷിക സർവകലാശാല വിത്തല്ലേ അവർ ചെയ്യുന്നത്? അപ്പൊ കൃഷിയുള്ളവർക്ക് അറിയാം, കൃഷി ഇല്ലാത്തവർക്ക് അറിയില്ല. ഇല്ല. ഉമ എന്ന് പറഞ്ഞ കൃഷിയിലെ ആ നെൽവിത്ത് ഏറ്റവും നല്ലതാണ്, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ചെറിയ വിത്താണ്, അത് ഏറ്റവും കൂടുതൽ ഉൽപാദനക്ഷമതയുണ്ട്. അതിനുശേഷം ഒരുപാട് ഹൈബ്രിഡ് ഇനങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു മണിരത്ന എന്ന് പറഞ്ഞ വിത്തിറക്കി എന്ന് പറഞ്ഞു. ഏറ്റവും മോശം വിത്താന്ന് ഞാൻ പറയും. എന്നെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ മണ്ണൂത്തി അവിടുത്തെ സീഡ് ഫാമിൽ പോയി മേടിപ്പിച്ചു. കിട്ടിയ വിത്തിൽ 30% ബ്രോക്കൺ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളിയാത്തത്. അതാണ് എനിക്ക് വിത്തായിട്ട് കിട്ടിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.